ഐഫ്ലോ ഹണി മാജിക് അവനിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇപ്പോൾ പൊതുവെ കാണുന്ന ഒരു ട്രെൻഡാണ് വ്യത്യസ്തമായ പലതരം കേക്ക്സ്, പേസ്ട്രീസ് ഒക്കെ തയ്യാറാക്കുന്ന ഒരു രീതി. അപ്പോൾ ഹോം ബേക്കിംഗ് എന്ന് പറയുന്ന ഒരു രീതി തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോം ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുന്തിയ ബേക്കറികളിലല്ല ആൾക്കാർ ആശ്രയിക്കുന്നത്, പകരം വീട്ടമ്മമാർ തയ്യാറാക്കി കൊടുക്കുന്ന മനോഹരമായ കേക്ക്സിലാണ്. ഒരു ബർത്ത്ഡേ പാർട്ടി വന്നാലോ, ഒരു ആനിവേഴ്സറി, എന്തെങ്കിലും ഒരു വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും വീട്ടിലെ ഏതൊരു വിശേഷ അവസരം, ഈവൻ വെഡ്ഡിങ്സ്, വിവാഹ ആവശ്യങ്ങൾക്ക് പോലും കേരളത്തിലെ പല പല ചടങ്ങുകൾക്കും ഇപ്പോൾ വീട്ടമ്മമാരാണ് കേക്ക്സ് തയ്യാറാക്കുന്നത്. അത് എല്ലാവർക്കും ഒരു നല്ല കാര്യമാണ്. എന്തായാലും നമ്മൾ ഇന്നിവിടെ ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഒരുപാട് വലിയ അലങ്കാരങ്ങളും ബഹളവും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ കേക്ക്സിൻ്റെ കാര്യം പറയുമ്പോൾ കോമൺ ആയിട്ടുള്ള ചില കേക്ക്സ് ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ലാത്ത ആരുമില്ല. പിന്നെ മാബിൾ കേക്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ക്യാരറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഫ്രൂട്ട് ആൻഡ് നട്ട് കേക്ക്സ് അറിയാം. ക്രിസ്മസ് കേക്ക്, അങ്ങനത്തെ കുറച്ച് സ്പോഞ്ച് കേക്ക്, അല്ലെങ്കിൽ സ്പോഞ്ച് കേക്ക് അല്ലെങ്കിൽ ഒരു ബട്ടർ കേക്ക്, ഇതെല്ലാം കോമൺ ആയിട്ട് വരുന്നത്. ആ ഒരു ജനസിൽ പെടുന്നതാണ് ഒരു സ്പെഷ്യൽ കേക്കാണ്. ഇതും അതുപോലെ തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളതും കുറച്ച് പ്രസിദ്ധമായൊരു കേക്കാണെന്ന് പറയാം. വെൽവെറ്റ് കേക്ക്, റെഡ് വെൽവെറ്റ് കേക്ക്. ഇപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് തന്നെ ഇപ്പോൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്യുമെങ്കിൽ ഇപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഇംപ്രവൈസേഷൻ വന്നിട്ട് ഒരു ബ്ലൂ വെൽവെറ്റ് കേക്കും പിന്നെ എന്താ പറയുക ഗ്രീൻ വെൽവെറ്റ് കേക്കും, എങ്ങനെ കളർ ചെയ്ത് വേണമെങ്കിലും ഈ വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാം. എങ്കിലും ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ കണ്ടുവരുന്നതും കേട്ടുവരുന്നതും എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതുമായിട്ടുള്ള കേക്ക് കൂടുതലും റെഡ് വെൽവെറ്റ് കേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വിഭവം മനസ്സിലായല്ലോ, ഒരു റെഡ് വെൽവെറ്റ് കേക്ക്. അതിൻ്റെ കൂടെയുള്ള ഏറ്റവും നല്ല ഐസിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്രീം ചീസ് വെച്ചുള്ള ഫ്രോസ്റ്റിംഗ് ആണ്. നമ്മളൊരിക്കൽ ക്രീം ചീസിൻ്റെ ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്തിരുന്നു ക്യാരറ്റ് കേക്ക്. അപ്പോൾ ക്യാരറ്റ് കേക്കിൻ്റെയും ഏറ്റവും നല്ല കോമ്പിനേഷൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്കും. അപ്പോൾ നമ്മളിന്നൊരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നു, അതിൻ്റെ കൂടെ ഒരു ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. അപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മൈദ മാവ് 2.25 കപ്പ്, കൊക്കോ പൗഡർ 4 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1 ടീസ്പൂൺ, മുട്ട 2 എണ്ണം, കുറുകിയ മോര് 1 കപ്പ്, എണ്ണ 1.25 കപ്പ്, പൊടിച്ച പഞ്ചസാര 1.25 കപ്പ്, വിനാഗിരി 2 ടീസ്പൂൺ, ചുവന്ന റെഡ് കളർ ആവശ്യാനുസരണം, ഉപ്പ് 1/4 ടീസ്പൂൺ, വാനില എസൻസ് 1 ടീ. ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ട ചേരുവകൾ: ക്രീം ചീസ് 450 ഗ്രാം, ഉപ്പില്ലാത്ത വെണ്ണ 100 ഗ്രാം, ഐസിങ് ഷുഗർ 2.5 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കി തുടങ്ങാം. കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു 2.25 കപ്പ് മൈദ മാവും അതിനോടൊപ്പം ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെന്താ ഒരു 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി, പിന്നെ ഒരു ചെറിയ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ്, ഇത്രയും കൂടി ചേർത്തിട്ട് ആദ്യം സ്പൂൺ കൊണ്ടുവന്ന് നമുക്ക് മിക്സ് ചെയ്യാം, ഇളക്കി കൊടുക്കാം, യോജിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടഞ്ഞെടുക്കാം. അപ്പോൾ കുറച്ച് നന്നായിട്ട് എയർ കയറും അതിനകത്തേക്ക്. അപ്പോൾ ഇത് അളന്ന് വെച്ചിരിക്കുന്നതാണ് 2.25 കപ്പ് മൈദ മാവ്. അതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതും അളന്നതാണ്. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു നല്ലൊരു നുള്ള ഉപ്പ്, പിന്നെന്താ വേണ്ടേ സോഡാപ്പൊടി 1/2 ടീസ്പൂൺ, ഇതും അളന്ന് വെച്ചതാണ്, അതും കൂടി ചേർത്തു. ആദ്യം ഇത് എല്ലാം കൂടി മൈദ മാവും സോഡാപ്പൊടി, കൊക്കോ പൗഡർ, അതോടൊപ്പം ഒരല്പം ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര, അതും കൂടി യോജിപ്പിക്കണം. ഒരു ഫസ്റ്റ് മിക്സിങ് കഴിഞ്ഞു. ഇനി നമ്മളൊന്ന് ഒരു അരിപ്പയിലൂടെ ഇടഞ്ഞെടുക്കാം. ഓരോ ഇടയിലും ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് അതിനകത്തേക്ക് പിന്നെ എന്താ പറയുക എയർ സർക്കുലേഷൻ കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ രീതിയിൽ മാവ് മൊത്തം നമുക്ക് ഇങ്ങനെ ഇടഞ്ഞെടുക്കാം, കുറേശ്ശെ ഇട്ടിട്ട്. ഇപ്പോൾ ചെറിയൊരു സീവാണ്,
അതുകൊണ്ട് 2-3-4 പ്രാവശ്യമായിട്ട് ഇടയും. അതല്ലെങ്കിൽ സാധാരണ അരിപ്പുണ്ടല്ലോ, അരിപ്പിൽ കൂടി നമ്മളൊന്ന് ഇടഞ്ഞെടുത്താൽ മതി. ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ ചെയ്താൽ കൂടുതൽ നല്ലത്. 2 പ്രാവശ്യമൊക്കെ ഇടഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇടഞ്ഞു വെച്ചല്ലോ, മാവ് ഇടഞ്ഞു വെച്ചിട്ടുണ്ട്. മൈദമാവും പിന്നെ 2.25 കപ്പ് മൈദാമാവ്, ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര, ഇതെല്ലാം കൂടി ഒരു അല്പം ഉപ്പ് ചേർത്ത് നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുകയാണ്. 2 പ്രാവശ്യം ഇടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി വേറൊരു ബൗളിലേക്ക് ആദ്യം 2 മുട്ട. അത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് 1.25 കപ്പ് റിഫൈൻഡ് ഓയിൽ, എണ്ണ 1.25 കപ്പ് അളന്ന് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബീറ്റ് ചെയ്യാം. എണ്ണ ഇങ്ങനെ മുട്ടയിലേക്ക് ഒഴിച്ചിട്ട്, മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ചിങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അത് നല്ല കുറുകി വരും, നല്ല തിക്കായിട്ട് വരും. അതായത് മയോണൈസൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. കണ്ടില്ലേ, ഒരു കസ്റ്റേർഡ് പോലെ ആയി. ഇനി ഇതിലേക്ക് 1 കപ്പ് കുറുകിയ മോര് തന്നെ നല്ല തിക്കായിട്ടുള്ള കുറുകിയത്. അപ്പോൾ തൈര് ഒരു 1/4 കപ്പോളം തൈര് എടുത്തിട്ട് നന്നായിട്ട് ഉടച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അത് 1 കപ്പാക്കി എടുത്താൽ നല്ല കുറുകിയ മോര് കിട്ടും. അത് 1 കപ്പ് ഒഴിക്കുന്നു ഇതിലേക്ക്. എന്ത് കോമ്പിനേഷൻ നോക്കുക അല്ലേ, ഇങ്ങനെ ഓരോരോ വ്യത്യസ്തമായ കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയാണ് ഇതിലേക്ക് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഒരു കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുവന്ന കളറാണ്. ഒരു പക്ഷേ നമുക്ക് വെജിറ്റബിൾ കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്യാം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ പച്ചക്കറികളിൽ ചുവന്ന കളർ കിട്ടുന്നത് കൂടുതലായിട്ടും ബീട്രൂട്ടിൽ നിന്നാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ കളർ വേണമെങ്കിൽ സത്തെടുത്ത് ചേർക്കാം. പക്ഷെ അതൊരു പിങ്കിഷ് ആയിട്ടുള്ളൊരു കളറാണ്, ഒരു എന്താ പറയുക, ഒരു മെജന്ത കളറിലേക്ക് പോകും. പക്ഷെ ശരിക്കും റെഡ് വെൽവെറ്റ് കേക്കിന് ഒരു റെഡ് കളറാണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ കളേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല എങ്കിൽ പോലും നല്ല ഒരു ക്വാളിറ്റി ഉള്ള കളർ, നല്ല കമ്പനിയുടെ കളർ ഉണ്ടെങ്കിൽ, പെർമിറ്റഡ് ഫുഡ് കളേഴ്സ് ആണെങ്കിൽ ഉപയോഗിക്കാം. അത് ഡിപ്പെൻസ്. നമ്മളിപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ചുവന്ന കളർ വേണമല്ലോ അല്ലേ, അതിന്. പിന്നെ ഈ പറഞ്ഞതുപോലെ നാച്ചുറൽ ഡൈസ് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇതൊരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ളൊരു കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. കുറച്ച് കൂടുതലായിട്ട് വേണ്ടി വരും. ചുവന്ന കളറിലേക്ക് മാറുന്ന ഡൈസ്. ഇത്രയൊന്നും പോരാ ശരിക്കും പറഞ്ഞാൽ. ആ ബാറ്റർ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ നല്ല കുറേ കളർ ചേർത്താലേ ആ റെഡ് കളർ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കളറും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് എസെൻസ്, വാനില എസെൻസ്, അത് ഒരു ടീസ്പൂണോളം വാനില എസെൻസ്, എന്നിട്ട് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനിയുള്ള മിക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടഞ്ഞു വച്ചിരിക്കുന്ന ഈ മാവിൻ്റെ കൂട്ട്, ഇത് കുറേശ്ശെ ഇട്ടിട്ട് വളരെ സാവധാനം, ഒരുപാട് സ്പീഡൊന്നും വേണ്ട, അല്ലാണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കുറേശ്ശെ ഇട്ടാൽ മതി. 1/2 കപ്പ് 1 കപ്പ് ആ ഒരു അളവിന് ആദ്യം ഇത് ചെറിയൊരു മിക്സിങ്. ഓവർ ബീറ്റിംഗ് പാടില്ല എന്നാണ്. കുറേശ്ശെ ഇട്ട് നമുക്ക് യോജിപ്പിക്കാം. ഒരു ചെറിയ യോജിപ്പിക്കൽ മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഒരു സ്പാറ്റുല പോലത്തെ ഒരു തവി കൊണ്ട് ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഓവർ ബീറ്റിംഗ് ഒന്നും വേണ്ട, അല്ലാത്തൊരു യോജിപ്പിക്കലാണ് വേണ്ടത്. ബാറ്ററിൻ്റെ കളർ കണ്ടല്ലോ, നല്ല റെഡ് കളറാണ്, ചുമന്ന നിറം.
അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിന് ഇത് തന്നെയാണ് വേണ്ട നിറം. ഇനി ഒരു ചെറിയ കാര്യം കൂടി ഉണ്ട്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടി മാത്രമേ മാവിൻ്റെ കൂടെ ചേർത്തുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അളവെന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ സോഡാപ്പൊടി, അല്ല 1/2 ടീസ്പൂൺ നമ്മൾ മൈദയുടെ കൂടെ യോജിപ്പിച്ചു, 1/2 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും. ആ പതയോടുകൂടി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇത് നമ്മളിതിലേക്ക് യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിനി ഒരു തടിത്തവി കൊണ്ട്, സ്പാറ്റുല കൊണ്ട് ഇത് നന്നായിട്ട്, അല്ലെങ്കിൽ തടിത്തവിയോ അല്ലെങ്കിൽ ഒരു പരന്ന ഒരു ടൈപ്പ് ഓഫ് തവിയോ കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കുന്നു. ഫോൾഡിങ് ചെയ്യണം, പിന്നെ വലിയ ബീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ഇതിൽ നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നു. അങ്ങനെ നമ്മളുടെ റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡിയാണ്. നല്ല ചുവന്ന കളറിലെ ബാറ്റർ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ബാറ്റർ മാറ്റി വെച്ചിട്ട് 3 ട്രേയിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കേക്ക് ടിന്നിൽ തന്നെ ഫുൾ ബാറ്റർ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്ത് അത് പിന്നെ 3 ലെയറായിട്ട് മുറിച്ചെടുക്കാം. അതങ്ങനെ. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 ഒരേ അളവിലുള്ള പാത്രങ്ങളിലേക്ക് ഈ തയ്യാറാക്കിയ ബാറ്റർ ഒരുപോലെ ഒഴിച്ചിട്ട് ഒരേ അളവിൽ ഒഴിച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 3 പാത്രത്തിലായിട്ട് എടുക്കാം. ഒരുപോലെ ഒരേ അളവിൽ നമ്മൾ എടുക്കും. അങ്ങനെ നമ്മൾ 3 ബേക്കിംഗ് ട്രേസിലായിട്ട് ഒരേ അളവിൽ ബാറ്റർ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരിക്കുകയാണ്. ഇനി ഇത് ഒരു 180-200 ഡിഗ്രി ചൂടിൽ ഏതാണ്ടൊരു 30 to 40 മിനിറ്റ്സ്, 30 മുതൽ 40 മിനിറ്റ് സമയം വരെ ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ താഴെ നമ്മൾ പിന്നെ ഇതിനകത്തൊരു പാർച്ച്മെൻറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട്. കുറച്ച് എണ്ണ തടവിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഇതേ അളവിൻ്റെ വട്ടത്തിന് മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് വെച്ച്. ഇത് ഞാൻ ബട്ടർ പേപ്പർ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കുറച്ച് മൈദ മാവ് ഇങ്ങനെ അതിൻ്റെ ചുറ്റുമിട്ട് ഒന്ന് കേക്ക് ടിൻ തയ്യാറാക്കിയിട്ട് വേണം ബാറ്റർ ഒഴിക്കാൻ. എന്തായാലും ഇത് നമ്മളിനി ബേക്ക് ചെയ്യാനായിട്ട് കയറ്റാം. ബേക്ക്ഡ് കേക്കിനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ 3 വെൽവെറ്റ് കേക്ക് കൂടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിങ്ങനെ അത് പിന്നെ കേക്ക് ടിന്നിൽ നിന്ന് മാറ്റി നല്ല തണുത്തിരിക്കുവാണ്. ഇനി ഇതിൻ്റെ ബട്ടർ പേപ്പർ മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്രോസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല തണുത്ത് കഴിഞ്ഞിട്ടേ ഫ്രോസ്റ്റ് ചെയ്യാവുള്ളൂ. പറ്റുമെങ്കിൽ ഫ്രീസറിൽ വെച്ച് നല്ലതായിട്ടൊന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ട് ചെയ്താൽ ഏറ്റവും നല്ല. പിന്നെ ഇത് 3 കൂടി ചേർന്ന് ഒറ്റ കേക്കായിരുന്നെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഇനി നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഒരു ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കും. അപ്പോൾ നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ റെഡിയാണ്. ഒരു 100 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ, പിന്നെന്താ 2 പാക്കറ്റ് ക്രീം ചീസ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഞാൻ ഫിലാഡൽഫിയ പറഞ്ഞ ബ്രാൻഡാണ് ഇത്. 2 കൂടി ചേർത്തിട്ട് 450 ഗ്രാം. കുറച്ച് എക്സ്പെൻസീവാണ് കാര്യങ്ങൾ. പിന്നെന്താ, പിന്നെ പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗർ 2.5 കപ്പ്. അതും നന്നായിട്ട് ഇടഞ്ഞെടുക്കുക. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല, കട്ട പിടിച്ചൊന്നും ഇരിക്കാൻ പാടില്ല, പിന്നെ അത് പാടാണ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്റ്റാൻഡ് മിക്സറിലേക്കാണ് ഞാനൊരു സ്റ്റാൻഡ് മിക്സർ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ആയാലും മതി. ആദ്യം വെണ്ണ, 100 ഗ്രാം വെണ്ണ ഒന്ന് ചേർക്കാം. ചെറുതായിട്ട്, അത് എല്ലാം റൂം ടെമ്പറേച്ചറാണ് നല്ലത്, സോഫ്റ്റ് ആയിരിക്കണം. ഇനി ഇതിലേക്ക് ക്രീം ചീസ് എന്ത് ടേസ്റ്റ് അറിയാം ക്രീം ചീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ചീസ്. വെറുതെ കഴിക്കാനും ഭയങ്കര സ്വാദാണ്. അപ്പോൾ ക്രീം ചീസും കൂടി ചേർക്കുന്നു. വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് വെണ്ണയും ക്രീം ചീസും കൂടി നന്നായിട്ട് ബ്ലെൻഡായി ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്, സ്മൂത്തായി. ഇനിയാണ് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐസിങ് ഷുഗർ 2.5 കപ്പ് ഉണ്ട്, കുറേശ്ശെ ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ലോട്ട്
നമുക്കൊരു അല്പം വാനില എസൻസും കൂടി ചേർക്കാം. ഒരു ടീസ്പൂണോളം വാനില എസൻസ്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യും. അങ്ങനെ നമ്മളുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡിയാണ്. നമ്മളുടെ 3 വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡിയാണ്, ചെറിയ കേക്ക്സ്. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഇനി അത് ഐസിങ്. അപ്പോൾ ഇതിൻ്റെ പാച്ച്മെൻറ്റ് പേപ്പർ അഥവാ ബട്ടർ പേപ്പർ നമുക്ക് മാറ്റാം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഫുൾ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ഐസിങ് ചെയ്യാം ഫ്രോസ്റ്റിങ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. കാര്യം റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെഡ് കളർ കാണണ്ടേ, അതുകൊണ്ട് ഒരു നേക്കഡ് ഐസിങ് ആണ് ചെയ്യുന്നത്. നേക്കഡ് ഐസിങ് എന്ന് പറയുമ്പോൾ വെളിയിലുള്ള കവറിങ് അധികം ഉണ്ടാകില്ല, പക്ഷെ അകത്തെ ഫില്ലിങ് നല്ലതായിട്ട് ഉണ്ടാകും. അപ്പോൾ ആവശ്യാനുസരണം നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ലെയർ റെഡി. ഇനി നമ്മൾ സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് എല്ലാം തിരിച്ചാണ് വയ്ക്കുന്നത്, അപ്സൈഡ് ഡൗൺ. എന്നിട്ട് എൻ്റെ പേപ്പർ എടുത്ത് മാറ്റും. ഇങ്ങനെ കാണണം. ഇതാണ് നമ്മുടെ ഒരു നേക്കഡ് ഫ്രോസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി ഇതും അതുപോലെ തന്നെ ഒരു 3 ലെയർ കേക്കാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ, ലാസ്റ്റ് ലെയർ, ഇതും തിരിച്ച് പേപ്പർ മാറ്റുന്നു. ഇനി ഏറ്റവും മുകളിലായിട്ട് വീണ്ടും ക്രീം ചീസ്. അതിമനോഹരമായ ഒരു ഫ്രോസ്റ്റിംഗ്. അതായത് ഭംഗി എന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരു ഭംഗിയല്ലേ. ഒരു റഫ് ഫിനിഷ് എന്ന് പറയുന്ന ഒരു നേക്കഡ് ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിനിഷിംഗ് ആണ്. ഇതിങ്ങനെ തന്നെ ആകാം, പ്രത്യേകിച്ചൊന്നും വേണ്ട. പിന്നെ വേണമെങ്കിൽ സാധാരണയായിട്ട് ഇങ്ങനെ ഒരു നേക്കഡ് ഫ്രോസ്റ്റിങ്ങിന് ചെയ്യുന്നത് ഇത് ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ച് അലങ്കരിക്കും, പഴവർഗ്ഗങ്ങൾ, പിന്നെ അല്ലെങ്കിൽ ഈവൻ ഫ്രഷ് ഫ്ലവേഴ്സ്, കഴിക്കുന്ന ഫ്ലവേഴ്സ് അല്ല, അല്ലാത്ത ഭംഗിയുള്ള ഫ്ലവേഴ്സ് വെച്ചും ഇത് അലങ്കരിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് അന്വേഷിച്ചു. നമ്മുടെ സ്ഥലത്ത് ട്രിവാൻഡ്രത്ത് എക്സോട്ടിക് ഫ്രൂട്ട്സ് കുറച്ച് അവൈലബിലിറ്റി കുറവാണ്. ഇവിടെ കിവി കിട്ടും, ചില സമയങ്ങളിൽ ചെറി എന്താ പറയുക സ്ട്രോബെറീസ് കിട്ടും. പക്ഷേ ഇന്ന് സ്ട്രോബെറി എനിക്ക് കിട്ടിയില്ല, കിവി കിട്ടി, പക്ഷേ വേറൊന്നുമില്ല. അപ്പോൾ ബ്ലൂബെറീസോ റാസ്ബെറീസോ ഒന്നുമില്ല. അപ്പോൾ കുറച്ച് ടിൻഡ് ചെറീസ് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ടിൻഡ് ചെറീസും പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെറീസ് ഇല്ല. അതാണെങ്കിൽ ഭയങ്കര റെഡ് കളറായിരിക്കും, ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷേ അതില്ല. നമ്മൾ ടിൻഡ് ചെറീസും പിന്നെ കുറച്ച് കിവിയും വെച്ചിട്ടൊന്ന് അലങ്കരിക്കും. മനോഹരിയായ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ ഫൈനൽ ഫോമിൽ എത്തിക്കഴിഞ്ഞു. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐസിംഗ് ആണ്. എന്തായാലും ഇത് കഴിക്കുന്ന സമയം ആലോചിച്ചു, ഒരാൾക്ക് ഒരു പീസ് കിട്ടുമ്പോൾ എന്തൊരു വലിപ്പമായിരിക്കും. ഇങ്ങനെ ഒരു വെഡ്ജ് പോലെ കട്ട് ചെയ്തെടുത്താൽ നല്ല ചങ്കി പീസ്, 3 ലെയർ, അതിനകത്തെല്ലാം ക്രീം ചീസ്, അതിൻ്റെ കൂടെ പിന്നെ ഫ്രൂട്ട്സും കൂടി ചേർന്ന് വരുമ്പോൾ അതിമനോഹരമായൊരു സ്വാദായിരിക്കും. അപ്പോൾ എന്തായാലും രസകരമാണ്. വേണമെങ്കിൽ ഇൻ ബിറ്റ്വീനുള്ള ലെയേഴ്സിലും വേണമെങ്കിൽ കിവിയോ ചെറീസോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ലെയർ ചെയ്ത് എടുക്കാൻ സാധിക്കും. അതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ചെയ്യുക. എന്തായാലും തീർച്ചയായിട്ടും പരീക്ഷിക്കുക ഈ റെഡ് വെൽവെറ്റ് കേക്ക്. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം. റെഡ് വെൽവെറ്റ് കേക്ക് ചേരുവകൾ: മൈദ മാവ് 2¼ കപ്പ്, കൊക്കോ പൗഡർ 4 ടേബിൾ സ്പൂൺ, പൊടിച്ച പഞ്ചസാര 1/4 കപ്പ്, സോഡാപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്, മുട്ട 2 എണ്ണം, റിഫൈൻഡ് ഓയിൽ 1/4 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ, ചുവന്ന ഫുഡ് കളർ ആവശ്യത്തിന്, കുറുകിയ മോര് 1 കപ്പ്, വിനാഗിരി 2 ടീസ്പൂൺ.
ഇനി ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിന് വേണ്ട ചേരുവകൾ: ക്രീം ചീസ് 450 ഗ്രാം, വെണ്ണ 100 ഗ്രാം, ഐസിംഗ് ഷുഗർ 2.5 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി പാകം ചെയ്യുന്ന രീതി: ഒരു പാത്രത്തിൽ 2.25 കപ്പ് മൈദമാവും, 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും, 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയും, 1 നുള്ളുപ്പും, എടുത്തു വച്ചിരിക്കുന്ന 1 ടീസ്പൂൺ സോഡാപ്പൊടിയിൽ നിന്നും 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ഒന്നിച്ചാക്കി ഇടഞ്ഞു വയ്ക്കുക. മറ്റൊരു പാത്രത്തിൽ 2 മുട്ടയും 1.25 കപ്പ് റിഫൈൻഡ് ഓയിലും ഒന്നിച്ചാക്കി ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായി അടിച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് കുറുകിയ മോരും, ആവശ്യാനുസരണം ചുവന്ന ഫുഡ് കളറും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് യോജിപ്പിക്കുക. ഈ കൂട്ടിലേക്ക് ഇടഞ്ഞു വച്ചിരിക്കുന്ന മാവിന്റെ കൂട്ട് 4-5 പ്രാവശ്യമായി ചേർത്ത് സാവധാനം യോജിപ്പിക്കുക. അവസാനമായി 2 ടീസ്പൂൺ വിനാഗിരിയിൽ ബാക്കിയിരിക്കുന്ന 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർത്ത് പതയടങ്ങുന്നതിന് മുൻപായി കേക്കിന്റെ കൂട്ടിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ യോജിപ്പിക്കുക. ഈ ബാറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരേ അളവിലുള്ള 3 കേക്ക് ടിന്നുകളിലായി ഒഴിച്ച് 190 ഡിഗ്രി ചൂടിൽ 40 മുതൽ 50 മിനിറ്റ് സമയം ബേക്ക് ചെയ്യുക. കേക്ക് ബേക്ക് ആയ ശേഷം നന്നായി തണുത്ത ശേഷം ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉപയോഗിച്ച് ഓരോ ലെയറും നിറച്ച് ഏറ്റവും മുകളിലായി ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ട് അലങ്കരിക്കുക. ഇനി ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തയ്യാറാക്കുന്ന രീതി: 100 ഗ്രാം വെണ്ണയും 450 ഗ്രാം ക്രീം ചീസും ഒന്നിച്ചാക്കി ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായി അടിച്ച് യോജിപ്പിക്കുക. ഇതിലേക്ക് 2.5 കപ്പ് ഐസിംഗ് ഷുഗർ 3-4 പ്രാവശ്യമായി ചേർത്ത് നന്നായി അടിച്ച് പതപ്പിക്കുക. ഇതിലേക്ക് വാനില എസൻസും ചേർത്ത് നന്നായി യോജിപ്പിച്ച് കേക്കിന്റെ അകത്തും പുറത്തുമായി തേച്ച് പിടിപ്പിച്ച് ഫ്രോസ്റ്റ് ചെയ്യുക.